നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിൽക്കണോ പോണോ? IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധ സമരത്തിന്റെ മുനയൊടിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്നാലെ രാജ്യസന്നദ്ധത അറിയിച്ച് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്. സമരം നടത്താൻ ഉദ്ദേശിച്ചത് സർക്കാരിനെതിരെയായിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ആവശ്യത്തെ മുഖ്യമന്ത്രി തെറ്റായി വ്യാഖ്യാനിച്ചു. സ്ഥാനത്ത് തുടരണോ എന്ന കാര്യത്തിൽ അടുപ്പക്കാരുമായി സംസാരിച്ചു വരികയാണെന്നും SM വിജയാനന്ദ്. അതേസമയം IASകാർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വിജിലൻസ് മാത്രമല്ലെന്ന് അസോസിയേഷൻ വിലയിരുത്തൽ. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും പൊതുഭരണ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശ്രമം ഉണ്ടായിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്താൻ ഉടൻ യോഗം ചേരുമെന്നും IAS അസോസിയേഷൻ. കൂടിക്കാഴ്ചയിൽ ഉടനീളം മുഖ്യമന്ത്രി സ്വീകരിച്ചത് കടുത്ത നിലപാടുകൾ. അന്വേഷണവും കേസും വരുമ്പോൾ വികാരപ്രകടനം സ്വാഭാവികമെന്നും എന്നാൽ അതിന് സമരത്തിന്റെ രൂപം നൽകുന്നത് ശരിയല്ലെന്നും പിണറായി. ജേക്കബ് തോമസിനെതിരെ IAS ഉദ്യോഗസ്ഥരുടെ കരുനീക്കം ശക്തമായത് EP ജയരാജൻ പ്രതിയായ ബന്ധു നിയമന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെയും പ്രതി ചേർത്തതോടെ. മരണത്തിൽ ദുരൂഹത. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ മാനേജ്മെന്റ് വാദം പൊളിയുന്നു. ജിഷ്ണു കോപ്പിയടിച്ചിട്ടില്ലെന്ന് പരീക്ഷാ കൺട്രോളർ. ഇതു സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണം. തെളിവെടുപ്പിനായി കോളേജ് സന്ദർശിച്ച് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ. അതേസമയം ജിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദാന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. സംസ്ഥാന വ്യാപകമായി ഇന്ന് KSU പഠിപ്പ് മുടക്ക്. കോഴിക്കോട് സ്വദേശി ജിഷ്ണുവിനെ കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. കള്ളം പറയുന്ന കണക്ക്. കറൻസി പരിഷ്കരണത്തിൽ ആശങ്ക നിലനിൽക്കെ തിരിച്ചെത്തിയ അസാധു നോട്ടുകൾ സംബന്ധിച്ച് കേരളത്തിലെ ബാങ്കുകൾ നൽകിയ കണക്കുകൾ തെറ്റെന്ന് റിസർവ് ബാങ്ക്. നവംബർ 9 ശേഷം ബാങ്കുകളിലെത്തിയ അസാധു നോട്ടുകളിന്മേൽ RBI നേരിട്ട് തെളിവെടുപ്പ് നടത്തും. ഇതു സംബന്ധിച്ച നടപടിക്രമങ്ങൾ തുടങ്ങിയതായും വിശദീകരണം. അതേസമയം നോട്ട് പിൻവലിക്കലിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് വിശദീകരണം തേടാനൊരുങ്ങി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. നോട്ട് പിൻവലിക്കൽ 2 മാസം പിന്നിടുമ്പോഴും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകാത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇതു സംബന്ധിച്ച് ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും RBI ഗവർണർക്കും പാർലമെന്ററി കാര്യ സമിതിയുടെ കത്ത്. കറൻസി പരിഷ്കരണത്തിലെ പാളിച്ചകൾ മറന്നീങ്ങുമ്പോഴും പതിവ് വിശദീകരണം ആവർത്തിച്ച് കേന്ദ്ര ധനമന്ത്രാലയം. നോട്ട് അസാധുവാക്കലിനു ശേഷം രാജ്യത്ത് നികുതി വരുമാനം കൂടിയെന്ന് അരുൺ ജെയ്റ്റ്ലി. പ്രത്യക്ഷ നികുതി ഇനത്തിൽ കഴിഞ്ഞ മാസം മാത്രം ഖജനാവിലെത്തിയത് 2.82 ലക്ഷം കോടി രൂപയെന്നും കേന്ദ്ര ധനമന്ത്രി. മലക്കം മറിഞ്ഞ് മുലായം. സമാജ്വാദി പാർട്ടിയിൽ ചിഹ്നത്തിനായി വടംവലി മുറുകവെ നാടകീയ നീക്കവുമായി മുലായം സിംഗ് യാദവ്. മകനുമായി ഒരു പ്രശ്നവുമില്ലെന്നും പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അഖിലേഷ് യാദവ് തന്നെയെന്നും വിശദീകരണം. തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും മുലായം. അനുരഞ്ജന നാടകങ്ങൾ പുരോഗമിക്കവേ പാർട്ടി ചിഹ്നമായ സൈക്കിളിൽ 6 സവാരി നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. MLA മാർ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രതിനിധികളുടെ പിന്തുണ വ്യക്തമാക്കി മുലായം കമ്മീഷന് സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇന്നലെ. അഖിലേഷ് സമർപ്പിച്ച സത്യവാങ്മൂലം കെട്ടിച്ചമച്ചതെന്നും പാർട്ടി അധ്യക്ഷൻ താനെന്നും കമ്മീഷനിൽ മുലായം. അതിനിടെ സൈക്കിൾ ചിഹ്നം ലഭിച്ചില്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിൽ അഖിലേഷ് ക്യാമ്പ്. സഖ്യസാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി അഖിലേഷ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.